മുൻപത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കാര്യകാരണ സഹിതം വ്യക്തമാക്കി ഫാദർ ജോഷി മയ്യാറ്റിൽ. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു വസ്തു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട സർവേ മുൻപത്ത് നടന്നിട്ടില്ലെന്നും സിദ്ദിഖ് സേട്ടിന് വഖഫായി ഭൂമി നൽകാനുള്ള സമർപ്പണ യോഗ്യത ഭൂമിയില്ലെന്നും ഫാദർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2023 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടുന്നത് വഖഫ് നിയമത്തിന്റെ 4-ാം വകുപ്പ് പ്രകാരം ഒരു വസ്തു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർവേ കമ്മീഷണർ സർവേ നടത്തേണ്ടതുണ്ട് എന്നതാണ്. അത് നടത്താതിരുന്നാൽ വഖഫ് പ്രഖ്യാപനം അസാധുവായി തീരും. 2009 വഖഫ് പ്രഖ്യാപനത്തിന് മുമ്പോ പിമ്പോ മുനമ്പം ഭൂമി സർവേക്ക് വിധേയമായിട്ടില്ലെന്നും ഫാദർ അവകാശപ്പെടുന്നു. ജസ്റ്റിസ് മുസ്താഖിന്റെ വിധിന്യായത്തിൽ ഒരു വഖഫാക്കാനുള്ള 3 മാനദണ്ഡങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്നും സിദ്ദിഖ് സേട്ടിന് മുനമ്പം ഭൂമി വഖഫ് ചെയ്യാനുള്ള സമർപ്പണ യോഗ്യത ഇല്ലെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നു. മുനമ്പത്തെ ഭൂമിക്ക് പട്ടയം ലഭിച്ചത് 1951 മാർച്ച് 28-നാണ്. അന്ന് ഫറൂഖ് കോളേജാണ് പറവൂർ തഹസിൽദാറിൽ നിന്നും ആദ്യമായി ഈ ഭൂമിക്ക് 609-ാം നമ്പരായി പട്ടയം സ്വന്തമാക്കുന്നത്. അതിന്റെ അർത്ഥം സിദ്ദിഖ് സേട്ടിന് അതിനുമേൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല എന്നാണെന്നും ഫാദർ ലേഖനത്തിൽ പറയുന്നു. ഫറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ 1961 പ്രശ്നമുണ്ടായപ്പോൾ മുനമ്പംകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ ജി ജനാർദ്ദൻ MLA ആഭ്യന്തരമന്ത്രി PT ചാക്കോ പറഞ്ഞത് ആ ഭൂമി ഫറൂഖ് കോളേജിന്റെ വകയാണ് എന്നാണ്. വഖഫ് ഭൂമിയാണ് എന്നല്ലെന്നും ഇരു കൂട്ടരും തമ്മിലുള്ള വിധി വ്യവഹാരങ്ങൾക്കൊടുവിൽ 1975 ഹൈക്കോടതി വിധിയുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പരാമർശമുണ്ടായതെന്നുമാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ ലേഖനത്തിൽ അവകാശപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.